ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാപ്രസംഗകൻ ആമുഖവും 1-ാം അധ്യായവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓപ്ഷനോട് കൂടിയ 50 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഓൺലൈൻ പരീക്ഷ 14/2/26 ശനിയാഴ്ച രാത്രി 9 മുതൽ 9:30 വരെ നടത്തുന്നതാണ്. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. റിസൾട്ട് പരീക്ഷ കഴിഞ്ഞാലുടൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതുവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ചേരാവുന്നതാണ്. പരീക്ഷയുടെ ലിങ്ക് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. സഭാപ്രസംഗകൻ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഹീബ്രു പദത്തിൽ നിന്നുമാണ്? എ. ക്വാലത്ത്, ബി. ഖേലത്ത്, സി. കഹേലത്ത്, ഡി. കൊഹേലത്ത്. ഉത്തരം ഡി. കൊഹേലത്ത്. ചോദ്യം 2. കൊഹേലത്ത് എന്ന ഹീബ്രു പദത്തിൻ്റെ ഏകദേശ തർജ്ജമ എന്താണ്? എ. പ്രവാചകൻ, ബി. പുരോഹിതൻ, സി. സഭാപ്രസംഗകൻ, ഡി. രാജാവ്. ഉത്തരം സി. സഭാപ്രസംഗകൻ. ചോദ്യം 3. ഗ്രന്ഥത്തിൽ എന്തു പറയുന്നതുകൊണ്ടാണ് സഭാപ്രസംഗകൻ്റെ കർത്തൃത്വം സോളമനിൽ ആരോപിക്കപ്പെടുന്നത്? എ. ജ്ഞാനിയായ രാജാവെന്ന് വിശേഷിപ്പിച്ചത്, ബി. ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും എന്ന് പറയുന്നതിനാൽ, സി. ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്ന് വിശേഷിപ്പിച്ചത്, ഡി. ജെറുസലേമിലെ ഏക രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഉത്തരം ബി. ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും. ചോദ്യം 4. സഭാപ്രസംഗകൻ ഏത് നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്നാണ് പൊതുവായ അഭിപ്രായം? എ. BC 2-ാം നൂറ്റാണ്ട്, ബി. BC 4-ാം നൂറ്റാണ്ട്, സി. BC 1-ാം നൂറ്റാണ്ട്, ഡി. BC 3-ാം നൂറ്റാണ്ട്. ഉത്തരം ഡി. BC 3-ാം നൂറ്റാണ്ടിൽ. ചോദ്യം 5. സഭാപ്രസംഗകൻ എന്ന ഗ്രന്ഥം BC 3-ാം നൂറ്റാണ്ടിൽ ആര് രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം? എ. സോളമൻ രാജാവ്, ബി. ഏതോ യഹൂദ ചിന്തകൻ, സി. ദാവീദ് രാജാവ്, ഡി. ഒരു ഗ്രീക്ക് തത്വചിന്തകൻ. ഉത്തരം ബി. ഏതോ യഹൂദ ചിന്തകൻ. ചോദ്യം 6. സഭാപ്രസംഗകനിൽ സ്വാധീനം ചെലുത്തിയ ചിന്താധാര ഏതാണ്? എ. പേർഷ്യൻ ചിന്തകൾ, ബി. റോമൻ തത്വചിന്ത, സി. ഗ്രീക്ക് തത്വചിന്ത, ഡി. ഈജിപ്ഷ്യൻ പുരാണങ്ങൾ. ഉത്തരം സി. ഗ്രീക്ക് തത്വചിന്ത. ചോദ്യം 7. സഭാപ്രസംഗകൻ്റെ ചിന്താഗതികളെക്കുറിച്ച് ആമുഖത്തിൽ നൽകുന്ന സൂചന എന്താണ്? എ. അവ പൂർണ്ണമാണ്, ബി. അവ അവികലമാണ് എന്ന് പറഞ്ഞുകൂടാ, സി. അവ ജ്ഞാനനിർഭരമാണ്, ഡി. അവ മാറ്റമില്ലാത്തതാണ്. ഉത്തരം ബി. അവ അവികലമാണ് എന്ന് പറഞ്ഞുകൂടാ. ചോദ്യം 8. ഏത് വിപ്ലവത്തിനു മുൻപുള്ള പരിവർത്തന ദശയിലെ കണ്ണിയായി സഭാപ്രസംഗകനെ ഗണിക്കാം? എ. മക്കബായ വിപ്ലവം, ബി. ഫ്രഞ്ച് വിപ്ലവം, സി. വ്യാവസായിക വിപ്ലവം, ഡി. ഈജിപ്ഷ്യൻ വിപ്ലവം. ഉത്തരം എ. മക്കബായ വിപ്ലവം. ചോദ്യം 9. സൂര്യന് കീഴെ നടക്കുന്നതെല്ലാം എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ്റെ നിഗമനം? എ. സത്യമാണ്, ബി. പാഴ്വേലയാണ്, സി. മിഥ്യയാണ്, ഡി. ശാശ്വതമാണ്. ഉത്തരം സി. മിഥ്യയാണ്. ചോദ്യം 10. താൻ ആരുടെ പുത്രനെന്നാണ് സഭാപ്രസംഗകൻ സ്വയം അവകാശപ്പെടുന്നത്? എ. അബ്രഹാമിൻ്റെ, ബി. മോശയുടെ, സി. ദാവീദിൻ്റെ, ഡി. സാമുവേലിൻ്റെ. ഉത്തരം സി. ദാവീദിൻ്റെ. ചോദ്യം 11. സഭാപ്രസംഗകൻ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ എത്ര തവണ മിഥ്യ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം ഡി. 5. ചോദ്യം 12. സൂര്യന് താഴെ മനുഷ്യന് എന്ത് ഫലം എന്ന് സഭാപ്രസംഗകൻ എന്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? എ. സമ്പത്ത്, ബി. അധ്വാനത്തെ, സി. അധികാരം, ഡി. സന്തോഷം. ഉത്തരം
ബി അധ്വാനത്തെ. ചോദ്യം 13. എന്താണ് വരുകയും പോവുകയും ചെയ്യുന്നത്? എ കാറ്റ്, ബി നദികൾ, സി തലമുറകൾ, ഡി സൂര്യൻ. ഉത്തരം സി തലമുറകൾ. ചോദ്യം 14. തലമുറകൾ വരുകയും പോവുകയും ചെയ്യുമ്പോഴും എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ്? എ ആകാശം, ബി നക്ഷത്രങ്ങൾ, സി സമുദ്രം, ഡി ഭൂമി. ഉത്തരം ഡി ഭൂമി. ചോദ്യം 15. എന്താണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്? എ ചന്ദ്രൻ, ബി കാറ്റ്, സി സൂര്യൻ, ഡി നദികൾ. ഉത്തരം സി സൂര്യൻ. ചോദ്യം 16. സൂര്യൻ വേഗം തിരിച്ചെത്തുന്നത് എവിടെയാണ്? എ ഉദിച്ചിടത്ത് തന്നെ, ബി സമുദ്രത്തിലേക്ക്, സി പടിഞ്ഞാറൻ ദിക്കിലേക്ക്, ഡി ആകാശമധ്യത്തിലേക്ക്. ഉത്തരം എ ഉദിച്ചിടത്ത് തന്നെ. ചോദ്യം 17. എന്താണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എ നദികൾ, ബി സമുദ്രം, സി കാറ്റ്, ഡി തലമുറകൾ. ഉത്തരം സി കാറ്റ്. ചോദ്യം 18. തെക്കോട്ടും വടക്കോട്ടും വീണ്ടും തെക്കോട്ടും വീശുന്ന കാറ്റിൻ്റെ അവസ്ഥ എന്തെന്നാണ് സഭാപ്രസംഗകൻ 1:6 പറയുന്നത്? എ അത് നിശ്ചലമാണ്, ബി അത് തെക്കോട്ട് മാത്രം വീശുന്നു, സി അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഡി അത് സമുദ്രത്തിലേക്ക് വീശുന്നു. ഉത്തരം സി അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചോദ്യം 19. സകല നദികളും എങ്ങോട്ടാണ് ഒഴുകുന്നത്? എ തടാകത്തിലേക്ക്, ബി സമുദ്രത്തിലേക്ക്, സി വടക്കോട്ട്, ഡി ഭൂമിക്കടിയിലേക്ക്. ഉത്തരം ബി സമുദ്രത്തിലേക്ക്. ചോദ്യം 20. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ സമുദ്രത്തിന് എന്ത് സംഭവിക്കുന്നില്ല? എ വറ്റുന്നില്ല, ബി കലങ്ങുന്നില്ല, സി ചൂടാകുന്നില്ല, ഡി നിറയുന്നില്ല. ഉത്തരം ഡി നിറയുന്നില്ല. ചോദ്യം 21. മനുഷ്യന് സകലവും എന്താണ്? എ ആനന്ദകരം, ബി ക്ലേശഭൂയിഷ്ടം, സി ലളിതം, ഡി അർത്ഥവത്തായ. ഉത്തരം ബി ക്ലേശഭൂയിഷ്ടം. ചോദ്യം 22. പൂരിപ്പിക്കുക. സകലവും മനുഷ്യന് ഡാഷ്, അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം, കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ ഡാഷ്. എ ക്ലേശഭൂയിഷ്ടം, തൃപ്തി വരുന്നില്ല, ബി നിസാരം, മതി വരുന്നില്ല, സി ക്ലേശഭൂയിഷ്ടം, മനസ്സിലാവുന്നില്ല, ഡി ക്ലേശഭൂയിഷ്ടം, മതി വരുന്നില്ല. ഉത്തരം ഡി ക്ലേശഭൂയിഷ്ടം, മതി വരുന്നില്ല. ചോദ്യം 23. കണ്ടിട്ടോ കേട്ടിട്ടോ മതിവരാത്തത് ആർക്ക്? എ കണ്ണിനും കാതിനും, ബി ബുദ്ധിക്കും ചെവിക്കും, സി കണ്ണിനും ചെവിക്കും, ഡി കണ്ണിനും മനസ്സിനും. ഉത്തരം സി കണ്ണിനും ചെവിക്കും. ചോദ്യം 24. എവിടെ പുതിയതായി ഒന്നുമില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ ആകാശത്തിന് കീഴെ, ബി സൂര്യന് കീഴെ, സി ജെറുസലേമിൽ, ഡി ഭൂമിക്ക് മുകളിൽ. ഉത്തരം ബി സൂര്യന് കീഴെ. ചോദ്യം 25. എന്ത് വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ പുതിയത്, ബി ഉണ്ടായത് തന്നെ, സി അറിവ്, ഡി ദുഃഖം. ഉത്തരം ബി ഉണ്ടായത് തന്നെ. ചോദ്യം 26. സൂര്യന് കീഴെ എന്തില്ല എന്നാണ് സഭാപ്രസംഗകൻ 1:9 പറയുന്നത്? എ സൂര്യൻ ഉദിക്കുന്നു, ബി പുതുതായി ഒന്നുമില്ല, സി നദികൾ ഒഴുകുന്നു, ഡി തലമുറകൾ വരുന്നു. ഉത്തരം ബി പുതുതായി ഒന്നുമില്ല. ചോദ്യം 27. പുതിയത് എന്ന് പറയുന്നത് പോലും എന്നു മുതൽ ഉണ്ടായിരുന്നതാണ്? എ ഇന്നലെ മുതൽ, ബി ദാവീദിൻ്റെ കാലം മുതൽ, സി യുഗങ്ങൾക്ക് മുൻപ് തന്നെ, ഡി സോളമൻ്റെ കാലം മുതൽ. ഉത്തരം സി യുഗങ്ങൾക്ക് മുൻപ് തന്നെ. ചോദ്യം 28. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വരും തലമുറ എന്ത് ചെയ്യും? എ ഓർക്കുകയില്ല, ബി പഠിക്കും, സി എഴുതി വയ്ക്കും, ഡി ബഹുമാനിക്കും. ഉത്തരം എ ഓർക്കുകയില്ല. ചോദ്യം 29. വരാനിരിക്കുന്നവയെ ആര് ഓർമ്മിക്കുകയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ ചരിത്രകാരന്മാർ,
ബി ജ്ഞാനികൾ, സി ഇസ്രായേൽ ജനത, ഡി അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ. ഉത്തരം ഡി അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ. ചോദ്യം 30. സഭാപ്രസംഗകൻ എവിടുത്തെ രാജാവായിരുന്നു എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്? എ ഈജിപ്തിലെ, ബി ബാബിലോണിലെ, സി ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ, ഡി ജൂദായിലെ. ഉത്തരം സി ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ. ചോദ്യം 31. ആകാശത്തിന് കീഴ് സംഭവിക്കുന്നതെല്ലാം എപ്രകാരം ആരാഞ്ഞറിയാനാണ് സഭാപ്രസംഗകൻ പരിശ്രമിച്ചത്? എ പ്രാർത്ഥനയോടെ, ബി ജ്ഞാനത്തോടെ, സി അധികാരത്തോടെ, ഡി ദേഷ്യത്തോടെ. ഉത്തരം ബി ജ്ഞാനത്തോടെ. ചോദ്യം 32. വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എപ്രകാരമുള്ളതാണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ എത്ര ക്ലേശകരമാണ്, ബി വളരെ എളുപ്പമുള്ളത്, സി പുണ്യകരമായത്, ഡി വിനോദകരമായത്. ഉത്തരം എ എത്ര ക്ലേശകരമാണ്. ചോദ്യം 33. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും എന്തിനോട് സമാനമാണ്? എ വിജയത്തിനോട്, ബി മിഥ്യയോടും പാഴ്വേലയോടും, സി ദൈവഹിതത്തോടും, ഡി വായുവിനോടും. ഉത്തരം ബി മിഥ്യയോടും പാഴ്വേലയോടും. ചോദ്യം 34. എണ്ണാൻ അസാധ്യമായത് എന്തിനെയാണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ നക്ഷത്രങ്ങളെ, ബി മണൽത്തരികളെ, സി ഇല്ലാത്തതിനെ, ഡി നദികളെ. ഉത്തരം സി ഇല്ലാത്തതിനെ. ചോദ്യം 35. വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല. തുടർന്നു വരുന്ന വാക്യമെന്ത്? എ മനുഷ്യന് കഴിയില്ല, ബി ഇല്ലാത്തത് എണ്ണുക അസാധ്യം, സി പാഴ്വേല അവസാനിക്കില്ല, ഡി ജ്ഞാനിക്ക് കഴിയില്ല. ഉത്തരം ബി ഇല്ലാത്തത് എണ്ണുക അസാധ്യം. ചോദ്യം 36. ജെറുസലേമിൽ തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയേക്കാൾ അധികമായി സഭാപ്രസംഗകൻ സമ്പാദിച്ചതെന്താണ്? എ സ്വർണം, ബി സൈന്യം, സി ജ്ഞാനം, ഡി സ്ഥലം. ഉത്തരം സി ജ്ഞാനം. ചോദ്യം 37. സഭാപ്രസംഗകൻ എന്തിൻ്റെ യഥാർത്ഥ രൂപമാണ് അനുഭവിച്ചറിഞ്ഞത്? എ രാജഭരണത്തിൻ്റെ, ബി ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും, സി സമാധാനത്തിൻ്റെ, ഡി സ്വർഗത്തിൻ്റെ. ഉത്തരം ബി ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും. ചോദ്യം 38. സഭാപ്രസംഗകൻ 1:17 പ്രകാരം എത്ര കാര്യങ്ങൾ വിവേചിച്ചറിയാനാണ് അദ്ദേഹം ഉദ്യമിച്ചത്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം സി 4. ചോദ്യം 39. സഭാപ്രസംഗകൻ 1:17 പ്രകാരം സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ ഉദ്യമിച്ചതിൽ പെടാത്ത കാര്യം ഏത്? എ ജ്ഞാനത്തെയും, ബി അറിവിനെയും, സി വിവേകത്തെയും, ഡി ഭോഷത്വത്തെയും. ഉത്തരം സി വിവേകത്തെയും. ചോദ്യം 40. ജ്ഞാനത്തെയും അറിവിനെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഉദ്യമിച്ച സഭാപ്രസംഗകനുണ്ടായ തിരിച്ചറിവ് എന്താണ്? എ ഇതും പാഴ്വേലയാണെന്ന്, ബി ഇത് വളരെ പ്രയോജനകരമാണ്, സി ഇത് ദൈവികമാണ്, ഡി ഇത് ശാശ്വതമാണ്. ഉത്തരം എ ഇതും പാഴ്വേലയാണെന്ന്. ചോദ്യം 41. ജ്ഞാനം ഏറുമ്പോൾ കൂടെ ഏറുന്നത് എന്ത്? എ സന്തോഷം, ബി പ്രശസ്തി, സി സമ്പത്ത്, ഡി ദുഃഖം. ഉത്തരം ഡി ദുഃഖം. ചോദ്യം 42. അറിവ് വർദ്ധിക്കുമ്പോൾ അതോടൊപ്പം വർദ്ധിക്കുന്നത് എന്ത്? എ വ്യസനം, ബി ആരോഗ്യം, സി സ്നേഹം, ഡി സമാധാനം. ഉത്തരം എ വ്യസനം. ചോദ്യം 43. 1-ാം അധ്യായത്തിൻ്റെ ആകെത്തുകയായി സഭാപ്രസംഗകൻ പറയുന്ന പ്രധാന ആശയം എന്ത്? എ ദൈവം വലിയവനാണ്, ബി എല്ലാം മിഥ്യയാണ്, സി രാജാവ് ജ്ഞാനിയാണ്, ഡി ഭൂമി നശിക്കും. ഉത്തരം ബി എല്ലാം മിഥ്യയാണ്. ചോദ്യം 44. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 21, ബി 22, സി 17, ഡി 18. ഉത്തരം
ഡി 18. ചോദ്യം 45. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത്? എ. ജ്ഞാനിയുടെ വചനങ്ങൾ. ബി. മിഥ്യകളിൽ മിഥ്യ. സി. ജെറുസലേമിലെ രാജാവ്. ഡി. തലമുറകളുടെ മാറ്റം. ഉത്തരം ബി. മിഥ്യകളിൽ മിഥ്യ. ചോദ്യം 46. ജ്ഞാനത്തെയും അറിവിനെയും കൂടാതെ എന്തുകൂടി വിവേചിച്ചറിയാൻ എഴുത്തുകാരൻ ശ്രമിച്ചു? എ. ധനത്തെയും ദാരിദ്ര്യത്തെയും. ബി. ഉന്മത്തതയെയും ഭോഷത്വത്തെയും. സി. നന്മയെയും തിന്മയെയും. ഡി. സ്നേഹത്തെയും ദ്വേഷത്തെയും. ഉത്തരം ബി. ഉന്മത്തതയെയും ഭോഷത്വത്തെയും. ചോദ്യം 47. അധ്യായവും വാക്യവും ഏത്? കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല, വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല. എ. സഭാപ്രസംഗൻ 1:11. ബി. സഭാപ്രസംഗൻ 1:12. സി. സഭാപ്രസംഗൻ 1:13. ഡി. സഭാപ്രസംഗൻ 1:14. ഉത്തരം എ. സഭാപ്രസംഗകൻ 1:11. ചോദ്യം 48. അധ്യായവും വാക്യവും ഏത്? തലമുറകൾ വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. സഭാപ്രസംഗകൻ 1:1. സഭാപ്രസംഗൻ 1:2. സഭാപ്രസംഗൻ 1:3. സഭാപ്രസംഗൻ 1:4. ഉത്തരം ഡി. സഭാപ്രസംഗകൻ 1:4. ചോദ്യം 49. അധ്യായവും വാക്യവും ഏത്? വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല, ഇല്ലാത്തത് എണ്ണുക അസാധ്യം. എ. സഭാപ്രസംഗകൻ 1:11. ബി. സഭാപ്രസംഗൻ 1:12. സി. സഭാപ്രസംഗൻ 1:15. ഡി. സഭാപ്രസംഗൻ 1:14. ഉത്തരം സി. സഭാപ്രസംഗകൻ 1:15. ചോദ്യം 50. അധ്യായവും വാക്യവും ഏത്? സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം, അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം, കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല. എ. സഭാപ്രസംഗകൻ 1:11. ബി. സഭാപ്രസംഗൻ 1:12. സി. സഭാപ്രസംഗൻ 1:15. ഡി. സഭാപ്രസംഗൻ 1:8. ഉത്തരം സി. സഭാപ്രസംഗകൻ 1:8. ഈ സെറ്റിലെ അവസാന ചോദ്യം വചനം എഴുതുക. സഭാപ്രസംഗകൻ 1:10. ഉത്തരം പുതിയത് എന്ന് പറയാൻ എന്തുണ്ട്? യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.